എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ആദിവാസി ഗൃഹനാഥൻ മരണപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. പെരിങ്ങൽകുത്ത് ആദിവാസി ഉന്നതിയിലെ കാടർ വിഭാഗത്തിൽപ്പെട്ട സുന്ദരൻ 50 വയസ്സെന്ന ഗൃഹനാഥൻ ഭാര്യയും ഒരുമിച്ച് ഇന്ന് 5:45 ഉൾവനത്തിലേക്ക് വിറക് ശേഖരിക്കാൻ പോകുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ഈ ഗൃഹനാഥനെ വരിഞ്ഞു മുറുക്കി എന്നാണ് ബൈസ്റ്റാൻഡറിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിനുശേഷം ഈ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ പേടിച്ചരണ്ട് അവർ ഫോറസ്റ്റ് ഓഫീസിനെ അറിയിക്കുകയും ഫോറസ്റ്റ് ഓഫീസേഴ്സ് KSEBയുടെ പെരിങ്ങൽകുത്തിലുള്ള KSEBയുടെ ആംബുലൻസിൽ ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചു എന്ന് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചത് തണ്ടലിനും വാരിയലിനും പൊട്ടലുണ്ട് എന്നാണ് ആദ്യം അറിയാൻ സാധിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റ് ഓഫീസേഴ്സും മറ്റുള്ളവരും വന്നു. ഫർദർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. മെഡിക്കൽ കോളേജിലേക്ക് താലൂക്ക് ആംബുലൻസിൽ ബൈസ്റ്റാൻഡറും ഈ രോഗിയും കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി വിയൂര് വെച്ച് ഈ രോഗി അനങ്ങാത്ത ഒരു സ്ഥിതി കണ്ട് ബൈസ്റ്റാൻഡർ ആംബുലൻസ് ഡ്രൈവറായിട്ട് തുഷിൽ എന്ന് പറയുന്ന ആംബുലൻസ് ഡ്രൈവറോട് വിവരം അറിയിക്കുകയും ആംബുലൻസ് ഡ്രൈവർ വന്ന് ഈ പൾസ് നോക്കുമ്പോൾ പൾസില്ല. അതിനെ തുടർന്ന് CPR കൊടുത്തു. ഈ CPR കൊടുക്കുന്നതിന് മുൻപ് തന്നെ ആൾ ഛർദ്ദിച്ചിരുന്നു. അതിനെ തുടർന്ന് പിന്നെ വീണ്ടും ജില്ലാ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് വളരെയധികം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ ട്രോമാ കെയറിലേക്ക് പ്രവേശിപ്പിച്ചു. പക്ഷേ ആൾ അവിടെ എത്തുന്നതിന് മുൻപേ തന്നെ മരണപ്പെട്ടിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ്ടും ഒരു ആദിവാസി ഗൃഹനാഥൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത വീണ്ടും അറിയിക്കുന്നു. ഏറെ നാളുകൾക്ക് മുൻപാണ് ആദിവാസി ഊരുകളിലെ രണ്ടു പേർ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഒരു വാർത്തയുണ്ടായത്. അതിക്ക് മുൻപ് ഇതുപോലെ തന്നെ സമാന വിഷയത്തിലുള്ള കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ കാടർ വിഭാഗത്തിൽപ്പെട്ട പെരിങ്ങൽകുത്ത് ഉന്നതിയിലെ ഒരു ആദിവാസി ഗൃഹനാഥൻ 50 വയസ്സ് സുന്ദരൻ 50 വയസ്സെന്ന ഗൃഹനാഥൻ കൂടി മരണപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ്. തീർച്ചയായിട്ടും ഈ കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിൽ ആദിവാസി ഗൃഹനാഥന്മാരും അതുപോലെ തന്നെ ആദിവാസി കുടുംബാംഗങ്ങളും മരണപ്പെടുന്നത് ഒരു നിത്യ കാഴ്ചയായിട്ട് മാറുന്നു. ഇതിനേക്കാൾ ഉപരി മറ്റൊരു വിഷയം ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ട സംഭവം, ഈ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഈ പേഷ്യന്റ് വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും തണ്ടലിനും അതുപോലത്തെ വാരിയലിനും പൊട്ടലുണ്ടായി. മറ്റ് ഇന്റേണൽ ബ്ലീഡിങ്ങോ മറ്റു കാര്യങ്ങളോ ടെസ്റ്റ് മറ്റു സംഭവങ്ങളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഈ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും തൊട്ടടുത്ത ഏതെങ്കിലും ആശുപത്രിയിലേക്കാണ് മാറ്റിയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന അഭിപ്രായങ്ങളുണ്ട്. ഈ വിവരങ്ങളും കൂടി തീർച്ചയായിട്ടും മെഡിക്കൽ ടീം അന്വേഷിക്കണം എന്ന് കൂടിയാണ് ജെഫൈസിന് പറയാനുള്ളത്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇവിടെ അനസ്തേഷ്യ കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു രോഗി മരിച്ച വിവരം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇന്ന് വൈകിട്ട് നടക്കുന്ന ഈ സംഭവം ഈ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ അവിടെ വെച്ച് വിവരെത്തുന്ന സമയത്ത് ചലനമറ്റ സ്ഥിതിയെ കണ്ടതിനെ തുടർന്നാണ് പൾസില്ലാത്ത ഒരു അവസ്ഥ കാണപ്പെട്ടത്. അതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് മരണപ്പെട്ടു. മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന് മുൻപേ മരണപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിൽ ആളുകൾ മരണപ്പെടുന്നു. അതുപോലെ തന്നെ ഇത്തരം ആദിവാസി ഊരുകളിലെ ഗൃഹനാഥന്മാരുടെ സ്വത്തിനും ജീവനും മാത്രമല്ല നാട്ടിലേക്ക് ഇറങ്ങി നിരവധി മോതിരക്കണ്ണി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അവിടെ ഈ സ്മൈൽ വില്ലേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വെട്ടിക്കുഴി ഭാഗങ്ങളൊക്കെ ഈ കാട്ടാനകളുടെ ആക്രമണം നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കാട്ടാനയുടെ ആക്രമണത്തിൽ കൃഷിനാശങ്ങളും അതുപോലെ തന്നെ ആൾനാശവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്ത തന്നെയാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ജനപ്രതിനിധികൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഇപ്പോഴും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു ആദിവാസി ഗൃഹനാഥൻ കൂടി മരണപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു 5 മണി ടൈമിലാണ് ഇത് ഞാൻ അറിയുന്നത്. അദ്ദേഹം വിറക് ശേഖരിക്കാനായിട്ട് കാട്ടിലേക്ക് പോവായിരുന്നു. അപ്പോൾ പെരിങ്ങൽകുത്ത് പവർ ഹൗസിന്റെ തൊട്ട് താഴെ വെച്ച് ആളെ ആന ആക്രമിക്കുകയാണെന്ന് പറഞ്ഞ് ഭാര്യ ഞങ്ങളോട് ഫോണിൽ വിളിച്ച് പറയുമായിരുന്നു. വിറക് ശേഖരിക്കാൻ ഇതിന്റെ കാടിന്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയിൽ. അപ്പോൾ ആളെ കാണാനില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു തോടിന്റെ ഒരു കൽക്കെട്ടിന്റെ താഴെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കായിരുന്നു. ശരി. എന്നിട്ട് പിന്നെ ഫോറസ്റ്റിനെ ഇത് ഞങ്ങളപ്പോൾ ആളുടെ തന്നെ മുണ്ട് അഴിച്ച് ഞങ്ങൾ ആളെ ഇത് ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ട് 2 വടി ആള് വെട്ടിയിട്ടുണ്ടായിരുന്നു. ആ വടിയിൽ കെട്ടി ആളെ തൊട്ടടുത്തുള്ള KSEBയുടെ ആംബുലൻസ് നമുക്ക് പെട്ടെന്ന് സഹായം അവര് തന്നു. അപ്പൊ അവരെ നമ്മള് കൂട്ടിയിട്ട് അവരെ കയറ്റിയിട്ട് വരാ ചെയ്തു. എന്താ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഇപ്പൊ ആളുടെ നട്ടലിന്റെയും അതുമാതിരി തന്നെ വാരിയലിനും പൊട്ടലുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ആളെ കൊണ്ടുപോകണം എന്നാണ് ഇത് ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലുള്ള ഡോക്ടർ അറിയിച്ചത്.